ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥ തുടരാം. ഉന്മാദം ഭാഗം 12. രചന ദിവ്യ GK. അവതരണം നീള. മക്കളെയും ചേർത്തു പിടിച്ച് ആലോചനയോടെ ആശ കട്ടിലിൽ ഇരുന്നപ്പോൾ പ്രവീണിന്റെ അമ്മ പത്മാവതിയുടെ ചോദ്യം വന്നു. തമ്പുരാട്ടി വന്നിട്ട് പുറത്തോട്ടിറങ്ങാതെ മുറിയിൽ കയറിയിരിക്കുകയാണോ? ഹോ, നാശം, തളച്ചി ചൊറിഞ്ഞു തുടങ്ങിയല്ലോ. ആശ ആത്മകഥം പറഞ്ഞപ്പോഴേക്കും പ്രവിയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം അവരുടെ നേർക്കു വരുന്നത് കേട്ടതും സമാധാനത്തോടെ നെഞ്ചിൽ കൈ ചേർത്ത് അവരുടെ സംസാരത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളും കുട്ടികളും യാത്ര ചെയ്തു ക്ഷീണിച്ചു വന്നതാണ്. കുറച്ചു സമയം കിടന്നിട്ട് കഴിക്കാൻ സമയമാകുമ്പോൾ അവർ വന്നോളും. അമ്മ പോയി അമ്മയുടെ ജോലി നോക്ക്. പ്രവീണിന്റെ വാക്കുകൾ പത്മാവതിയുടെ മനസ്സിനെ അമർഷം കൊള്ളിച്ചപ്പോൾ ആശയുടെ മനസ്സിൽ മഞ്ഞു വീണ പ്രതീകമാണ് ഉണ്ടായത്. ഇതാണ്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രവീണിനോട് വല്ലാതെ സ്നേഹം തോന്നുന്നത്. ഒറ്റയ്ക്കുള്ളപ്പോൾ അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടി എത്ര വാദിച്ചാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ചേർത്തു പിടിക്കും. ആരെന്തു പറഞ്ഞാലും താൻ മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ പ്രവീൺ കൊടുത്തിരിക്കും. സന്തോഷം കാരണം പ്രവീണിനെ പിടിച്ച് ഉമ്മ കൊടുക്കാൻ ആശയ്ക്ക് തോന്നിപ്പോയി. അടുക്കളയിൽ ഒരു 100 കൂട്ടം പണി കിടക്കുമ്പോൾ ഇവളിങ്ങനെ മുറിയിൽ കയറിയിരിക്കുന്നത് ശരിയാണോ? പല്ലിനെരിച്ചുകൊണ്ട് ചോദിക്കുന്ന പത്മാവതിയോട് പ്രവീൺ അമർഷത്തോടെ പറഞ്ഞു. ഈ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ആശ ആവശ്യത്തിലധികം അടുക്കള ജോലി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിരുന്ന് വന്നപ്പോൾ കൂടി അടുക്കളയിൽ കയറണമെന്ന് പറഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടാവുമല്ലോ. വിരുന്ന് വന്നാലും ആശ അന്യവളൊന്നുമല്ലല്ലോ, ഈ വീടിന്റെ മകളല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഒരു കൈ സഹായിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. പുച്ഛത്തിൽ ചുണ്ടുകൊട്ടിക്കൊണ്ട് ചോദിക്കുന്ന പത്മാവതിയെ നോക്കി അതിലും പുച്ഛത്തിൽ പ്രവീൺ ചോദിച്ചു. ആശ ഈ വീടിന്റെ മകളാണെന്ന് അമ്മയ്ക്ക് ഉറപ്പാണോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അമ്മയും മോളും കൂടി ആശയോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആരൊക്കെ മറന്നാലും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ ഉത്സവത്തിന് വിളിച്ചു വരുത്തിയത് ആശയെ അടുക്കളക്കാരിയാക്കാനാണെങ്കിൽ ആ മോഹം അമ്മ മാറ്റിവെച്ചേക്ക്. അതെന്താ പ്രവീണെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അടുക്കളയിൽ നിന്ന് നനഞ്ഞ കൈ തോർത്തിൽ തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന പ്രവീണിന്റെ സഹോദരി വല്ലാത്തൊരു ഭാവത്തിൽ അവനോട് ചോദിച്ചു. ചേച്ചി ഇതിൽ ഇടപെടേണ്ട. അമ്മ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. ഞങ്ങളോട് വഴക്കിടാൻ വേണ്ടി അവൾ എന്ത് തലയണ മന്ത്രമാണ് നിനക്ക് ഓതിത്തരുന്നത്? ചേച്ചിയെ നോക്കി പരിഹസിച്ചൊന്ന് ചിരിച്ചിട്ട് അവൻ പറഞ്ഞു. ഏതായാലും ചേച്ചിയുടെ അത്രയും തലയണ മന്ത്രമൊന്നും എന്റെ ആശയ്ക്കറിയില്ല. ചേച്ചിയുടെ തലയണ മന്ത്രത്തിന്റെ കൂടുതലാണല്ലോ അളിയൻ അമ്മയെയും അച്ഛനെയും കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്. അവരുടെ ഒറ്റ മോനായ അളിയനെ കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിനു മുന്നേ ചേച്ചി വേരോടെ പിഴുതെടുത്ത് ഇവിടെ നട്ടുപിടിപ്പിച്ചില്ലേ. അച്ഛനും അമ്മയും മരിച്ചുപോയ സഹോദരിയുടെ മകനെ എടുത്തു വളർത്തിയത് കൊണ്ട് അവസാന കാലത്ത് അവർക്ക് വെള്ളം കൊടുക്കാൻ അവൻ കൂടെയുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? പ്രവീണിന്റെ സംസാരം കേട്ടതും അവൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ എന്ന ഭയത്തോടെ അവൾ ചുറ്റാകെ നോക്കി. ചേച്ചി ഇങ്ങനെ പതറി നോക്കണ്ട, അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ആരും കേൾക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും ശബ്ദം താഴ്ത്തി പറഞ്ഞത്. എന്തായാലും എന്റെ ചേച്ചിയായി പോയില്ലേ. ഇനി മേലിൽ എന്റെ ആശയെ കുറ്റം പറഞ്ഞ് ആരും വരണ്ട. വന്നാൽ ഞാൻ എന്തു പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ ഏത് വിശേഷത്തിന് വന്നാലും ഞങ്ങൾക്ക് സമാധാനമായി അത് ആഘോഷിച്ച് തിരിച്ചു പോകാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇന്ന് കൂടി അത് ആവർത്തിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഇവിടെ ഒരു കാര്യത്തിനും ഞാനും എന്റെ കുടുംബവും വരുത്തില്ല. നീ ഇത്രയൊക്കെ പറയാൻ വേണ്ടി ഇവിടെ എന്താണ് ഉണ്ടായത്? പത്മാവതി സമാധാനത്തിന്റെ പാതയിൽ ചോദിച്ചു. പക്ഷേ അനുവിന് അവൻ കൊളുത്തിവിട്ട വാക്കുകൾ ഒട്ടും ദഹിച്ചിരുന്നില്ല. ആ ദേഷ്യം അതേപടി പകർന്നുകൊണ്ട് അവൾ ചോദിച്ചു. നീ അവളുടെ വാക്കും കേട്ട് അച്ഛനെയും അമ്മയെയും കളഞ്ഞിട്ട് ഇവിടുന്ന് പോയതിൽ കുഴപ്പമില്ലേ? വയസ്സാങ്കാലത്ത് അവർക്ക് വെള്ളം കൊടുക്കണമെന്ന ചിന്ത നിനക്കില്ലേ? എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ വല്ലാത്ത ഓർമ്മശക്തിയും ചിന്തയുമാണല്ലോ. ആദ്യം നീ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കാര്യം നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിട്. അച്ഛനെയും അമ്മയും ഞാൻ കളഞ്ഞിട്ട് പോയെന്ന് ചേച്ചി എന്തർത്ഥത്തിലാണ് പറയുന്നത്? കല്യാണം കഴിച്ചുവിട്ട ചേച്ചി ഭർത്താവുമായി ഇവിടെ സ്ഥിര താമസത്തിന് വന്നപ്പോഴാണ് എന്റെ ആശയുടെ സ്വസ്ഥത പോയത്. ഞങ്ങളുടെ കുഞ്ഞിനെ വരെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊല്ലാൻ നോക്കിയില്ലേ? അവന്റെ ആ ഒരു ചോദ്യത്തിൽ തന്നെ അനുവും പത്മാവതിയും ഒന്ന് വിറച്ചുപോയി. ആശ നിസ്സംഗതയോടെ തലയ്ക്ക് കൈകൊടുത്ത് അവരുടെ സംസാരം നോക്കിയിരുന്നു. കുട്ടികൾ മൊബൈലിൽ ഗെയിം കളിച്ചത് കൊണ്ട് അവരുടെ സംസാരത്തിൽ ശ്രദ്ധ കൊടുത്തില്ല. അച്ഛനും അമ്മയ്ക്കും കൂട്ടായി ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട് വെച്ച് മാറിയത്.
അമ്മയ്ക്ക് മരുമോൾ നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം മകൾ നിൽക്കുന്നതാണെന്ന് എന്നോട് തീർത്തു പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അമ്മ പറയട്ടെ. പിന്നെ എന്റെ അമ്മയുടെയും അച്ഛന്റെയും ചിലവിന് വേണ്ടി നല്ലൊരു തുക എല്ലാ മാസവും ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് പൈസയുടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്റെ പങ്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു തുക പെൻഷൻ തന്നെ കിട്ടും. പിന്നെ പറമ്പിൽ നിന്ന് തേങ്ങയുടെയും അടയ്ക്കായുടെയും കുരുമുളകിന്റെയും ഒക്കെ പൈസ കിട്ടുന്നില്ലേ? എന്തെങ്കിലും ഒരു കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അവർക്ക് കാശ് കിട്ടുന്നെന്ന് കരുതി ഞാൻ കാശ് കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഈ കിട്ടുന്നതെല്ലാം വാങ്ങിയെടുക്കുന്നതല്ലാതെ ചേച്ചി അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അമ്മ വയ്യാതെ 10 ദിവസം ആശുപത്രിയിൽ കിടന്നാൽ ജോലിയുള്ള ആശ ലീവ് എടുത്ത് കൂടെ നിൽക്കണം. അച്ഛന് വയ്യാതെ കിടന്നാൽ ഞാൻ ലീവ് എടുത്ത് കൂടെ നിൽക്കണം. ചേച്ചിയും അളിയനും ഇവിടെ നിന്ന് സുഖിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും അമ്മയ്ക്ക് മകളും മരുമകനും മാത്രം മതി. ഞാനും എന്റെ ഭാര്യയും മക്കളും പുറമ്പോക്ക്. അമർഷം നുരഞ്ഞു പൊന്തി പ്രവീണിന്റെ വായിൽ നിന്ന് വാക്കുകൾ അവൻ പോലും അറിയാതെ പുറത്തേക്ക് വന്നു. അമ്മേ, ഇവൻ പറയുന്നതൊക്കെ കേട്ടോ? ഇനി ഞാൻ ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കില്ല. എനിക്കിതൊക്കെ സഹിക്കാൻ വയ്യ. അനു 18ാമത്തെ അടവെടുത്ത് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മകളുടെ കണ്ണീര് കണ്ടതും പത്മാവതിയുടെ സമനില തെറ്റി. നീ എന്തിനാടാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞങ്ങൾക്കുള്ളതെല്ലാം എന്റെ മോൾക്കുള്ളതാണ്. നീ അത് ചോദ്യം ചെയ്യാൻ വരണ്ട. എങ്കിൽ പിന്നെ എല്ലാ കാര്യത്തിലും മോളെയും ഭർത്താവിനെയും മാത്രം വിളിച്ചാൽ മതി, ഞങ്ങളെ വിളിക്കരുത്. പ്രവീൺ അറുത്തു മുറിച്ചു പറഞ്ഞതും കോപത്തോടെ പത്മാവതി ആശയോട് ചോദിച്ചു. എന്നെയും എന്റെ മക്കളെയും തമ്മിൽ തല്ലിക്കാൻ നീ എന്ത് കൈവശമാണടി എന്റെ കുഞ്ഞിന് കലക്കിക്കൊടുത്തത്? ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അമ്മ എന്തിനാണ് അവളുടെ നേരെ കയറുന്നത്? നിനക്ക് അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ഒന്നും വേണ്ടല്ലോ. നിനക്കെല്ലാം ഇവൾ മാത്രമാണല്ലോ. നീ ഇവളുടെ സാരിത്തുമ്പിൽ ചുറ്റി നടന്നു. ഞാൻ ഒന്നും ചോദിക്കാനും പറയാനും വരുന്നില്ല. ഇനി ഉത്സവത്തിന് വന്നിട്ട് ഇവിടെ വഴക്കുണ്ടായെന്ന സംസാരം വേണ്ട. കെട്ടിലമ്മ മുറിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. കഴിക്കാൻ സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലേക്ക് വന്നാ മതി. അതും പറഞ്ഞ് പത്മാവതി ചവിട്ടിത്തുള്ളി പോവാൻ പോയതും പ്രവീൺ പറഞ്ഞു. ഞങ്ങൾ കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കണ്ട. കുറച്ചു സമയം കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. ആഹാരം ഞങ്ങൾ അവളുടെ വീട്ടിൽ നിന്നും കഴിച്ചോളാം. അവരെല്ലാം വേവിച്ച് ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അവിടെയാവുമ്പോൾ ഇങ്ങനെ കണക്കും കൈയും കേൾക്കണ്ടല്ലോ. തിരിഞ്ഞു നിന്ന് പ്രത്യേക താളത്തിൽ കൈതട്ടി അവർ പറഞ്ഞു. അങ്ങനെ പറ. ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായത്. നിനക്ക് അച്ഛ വീട്ടിൽ പോകേണ്ടതിന് ഇവിടെ വഴക്കുണ്ടാക്കിയിട്ട് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു പെൺകോന്തൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. വയറിലടിച്ച് മുകളിലേക്ക് നോക്കി അതും പറഞ്ഞ് പത്മാവതി പോയതും പ്രവീൺ അകത്ത് കയറി കതകടിച്ച് കട്ടിലിരുന്നിട്ട് തോളിൽ കൈയിട്ട് ആശയെ ചേർത്തു പിടിച്ചു. നമ്മൾ ഇതിനേക്കാൾ വലിയ സങ്കടം സഹിച്ചവരാണ്. അതുകൊണ്ട് ഇതൊന്നും കാര്യമായി എടുക്കണ്ട. എത്രയായാലും എന്റെ അമ്മയല്ലേ. വന്ന ഉടനെ ഓടിപ്പോകുന്നത് ശരിയല്ലല്ലോ. കുറച്ചു സമയം കഴിയുമ്പോൾ നമുക്ക് പോകാം. അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞിട്ട് വരട്ടെ. എന്റെ അവസ്ഥ പറയുമ്പോൾ അച്ഛന് മനസ്സിലാകും. ഇതും ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ച് നിന്റെ വീട്ടിൽ ചെന്ന് കയറാൻ നിൽക്കരുത്. എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് ഒരു നഷ്ടമായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആശേ? നിറഞ്ഞ കണ്ണുകളോടെ പെട്ടെന്ന് തന്നെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വാ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച്. അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പ്രവിയേട്ടൻ എന്റെ ഭാഗ്യമാണ്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും.